കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണ് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു കാര്യം ചെയ്തു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ്. അപ്പോൾ ഇതൊരു സീരീസ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് തീരെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് എഴുതാനും മനസ്സിലാക്കാനും സംസാരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ആണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് ലെസൺ 1, ലെസൺ 2 അങ്ങനെ കണ്ട് വരിക. എന്നിട്ട് മാത്രം ഈ വീഡിയോ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്താ പഠിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഉറപ്പായിട്ടും ആ സീരീസ് കണ്ട് വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കാര്യം ചെയ്തു എന്ന് എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പറയാറില്ലേ, ഞാൻ ഇന്നലെ അവനെ വിളിച്ചു, അവൻ ക്ലാസ്സിൽ വന്നു, അവൾ നന്നായി പഠിച്ചു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവൻ്റെ വീട്ടിൽ പോയി. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്തു എന്ന് പറയാണ്. അതായത് ഓൾറെഡി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു എന്ന്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ എഴുതുന്ന കാര്യങ്ങളും ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളും നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ ഈ വീഡിയോ വന്ന് വീണ്ടും ഒന്നുകൂടെ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോമൻറ്റ് കൂടി ചെയ്യാം, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഞാൻ ഇന്നലെ അവനെ വിളിച്ചു, ഞാൻ ഒരു കാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം സെൻറ്റൻസ് തുടങ്ങേണ്ടത് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചതാണ്. നമ്മൾ ആദ്യം ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആര് എന്നുള്ള വെച്ചിട്ടാണ്. അതായത് ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? ഞാൻ ഇന്നലെ അവനെ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഞാൻ എന്താണ് ചെയ്തത്? വിളിച്ചു. സോ നമുക്ക് എല്ലാവർക്കും അറിയാം വിളിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ കോൾ എന്നാണ് പറയുന്നത്, അല്ലേ? കോൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ വിളിച്ചു എന്ന് നമ്മൾ എങ്ങനെയാ പറയാം? വിളിച്ചു എന്ന് പറയുമ്പോൾ ഇത് പതുക്കെ കോൾഡ് ആവും. ഓക്കെ, വിളിക്കുക കോൾ, വിളിച്ചു എന്താണ്? കോൾഡ് ആണ്. അപ്പം ഞാൻ വിളിച്ചു എന്ന് എങ്ങനെ പറയും? ഐ കോൾഡ് എന്ന് പറയും. ഐ കോൾഡ്. അപ്പൊ ഇത് എങ്ങനെയാ വിളിച്ചു എന്നുള്ളതിന് എങ്ങനെയാ കോൾഡ് എന്ന് പറയുന്നത്? അതെങ്ങനെയാ മനസ്സിലാക്കുക? അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം എന്താ അതിനു വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. ഞാൻ ഇന്നലെ അവൻ വിളിച്ചു, ഐ കോൾഡ്. ആരെയാ വിളിച്ചേ? അവനെ. അവനെന്നുള്ളത് നമ്മൾ ഹി എന്ന് പറയും, അവനെ എന്നുള്ളതിന് നമ്മൾ ഹിം എന്ന് പറയും. സോ ഐ കോൾഡ് ഹിം ഇന്നലെ, അല്ലെ? യെസ്റ്റർഡേ. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു സെന്റൻസ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മൾ സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ സമയം ഏറ്റവും അവസാനം പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, സോ ഐ കോൾഡ് ഹിം യെസ്റ്റർഡേ. ഞാൻ അവനെ ഇന്നലെ വിളിച്ചു. സിമ്പിൾ അല്ലേ? ഇനി അവർ ക്ലാസ്സിൽ വന്നു. അവർ ക്ലാസ്സിൽ വന്നു. ഇതെങ്ങനെ പറയും? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആരെ പറ്റിയിട്ട് പറയുന്നത് എഴുതണം. അവർ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ ദേ എന്ന് പറയും, അല്ലെ? സോ ദേ. ഇനി അവർ ക്ലാസ്സിൽ വന്നു. അവർ വന്നു ക്ലാസ്സിൽ, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം. അവർ വന്നു എന്നാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. അപ്പൊ വന്നു എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? നമുക്കറിയാം വരിക എന്നുള്ളതിന് നമ്മൾ കം എന്നാണ് പറയുന്നത്. പക്ഷേ വന്നു എന്നുള്ളതിന് നമ്മൾ കെയിം എന്നാണ് പറയാം. കെയിം. ഓക്കെ, സോ അവർ വന്നു, ദേ കെയിം. കണ്ടോ? നമ്മൾ ആദ്യം അവരെന്ന് എഴുതും, പിന്നെ അവരെന്താ ചെയ്തതെന്നുള്ളതാണ് എഴുതുന്നത്. അവർ വന്നു, അതാണ് നമ്മൾ അടുത്ത് എഴുതുന്നത്. പിന്നെയാണ് എങ്ങോട്ട് വന്നു, എപ്പോ വന്നു, എവിടെ വന്നു എന്നൊക്കെ എഴുതുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ക്ലാസ്സിൽ വന്നു എന്നുള്ളതിന് നമ്മൾ ക്ലാസ് എന്ന് തന്നെയാണ് പറയാം. പക്ഷെ ക്ലാസ്സിൽ വന്നു അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വന്നു എന്ന് പറയാനായിട്ട് ടു ദ ക്ലാസ് എന്ന് നമ്മൾ പറയണം. ദേ കെയിം ടു ദ ക്ലാസ്. അവർ ക്ലാസ്സിൽ വന്നു. ഇനി അവൾ നന്നായിട്ട് പഠിച്ചു. അവൾ നന്നായിട്ട് പഠിച്ചു. ഇവിടെ നമ്മൾ ആളുടെ കാര്യമാണ് പറയുന്നത്, അവളുടെ കാര്യമാണ്. അപ്പൊ ഷീ. ഇനി അവൾ നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ പ്രവൃത്തിയാണ് അടുത്ത് പറയേണ്ടത്. അതായത് അവൾ എന്ത് ചെയ്തു എന്നാണ് അടുത്ത് പറയേണ്ടത്. പഠിച്ചു. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റഡി എന്നാണ് പറയാ, അല്ലെ? പഠിക്കുക, സ്റ്റഡി. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പിന്നീട് നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആ പിന്നെ പോയി തപ്പേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റഡി എന്നാണ് പറയാ. പഠിച്ചു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? സ്റ്റഡീഡ് എന്ന് പറയും. സ്റ്റഡീഡ്.
ഓക്കെ, ഈ വൈ മാറിയിട്ട് അവിടെ ഐ വന്നിട്ട് ED, സ്റ്റഡീഡ്. അപ്പൊ അവൾ പഠിച്ചു എന്ന് എങ്ങനെ പറയും? ഷീ സ്റ്റഡീഡ് എന്ന് പറയും. ഷീ സ്റ്റഡീഡ്. ഇനി നന്നായിട്ട് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വെൽ എന്നാണ് പറയാം. അവൾ നന്നായിട്ട് പഠിച്ചു, ഷീ സ്റ്റഡീഡ് വെൽ. ഇനി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പം ഇവിടെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം ആരുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അവൻ്റെ വീട്ടിൽ പോയെന്നാണ്. അപ്പം ഞങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? പോയി എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, എന്താണ് പ്രവൃത്തി. സോ ഞങ്ങൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? വി എന്ന് പറയും. അത് എല്ലാവർക്കും അറിയാലോ. ഇനി പോകുക, പോകുക, അതിന് നമ്മൾ ഗോ എന്ന് പറയും. പോയി എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വെന്റ് എന്നാണ് പറയാ. വെന്റ്. പോയി എന്ന് പറയുമ്പോൾ വെന്റ്. അപ്പൊ ഞങ്ങൾ പോയി എന്ന് എങ്ങനെ പറയും? വി വെന്റ്. ഇനി അടുത്താണ് എങ്ങോട്ടേക്കാണ് പോയെന്നുള്ള ചോദ്യം വരുന്നത്. അവന്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പൊ അവന്റെ വീട്ടിലേക്ക് എന്ന് എങ്ങനെ പറയും? ടു. അവന്റെ വീട് എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹിസ് ഹോം എന്ന് പറയാം, അല്ലെങ്കിൽ ഹിസ് ഹൗസ് എന്ന് പറയാം. ഹോം ഒരു ബെറ്റർ ചോയ്സ് ആയിരിക്കും. ടു ഹിസ് ഹോം. അപ്പം അവന്റെ വീടെന്ന് വന്നതുകൊണ്ടാണ് ഹിസ് ഹോം എന്ന് പറഞ്ഞത്. അവന്റെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ ഹിസ് ചേർക്കണം. ഉദാഹരണത്തിന് അവന്റെ ക്ലാസ് ഹിസ് ക്ലാസ്, അവന്റെ വീട് ഹിസ് ഹോം, അവന്റെ അനിയത്തി ഹിസ് സിസ്റ്റർ, അങ്ങനെയായിരിക്കും നമ്മൾ പറയാം. ഇനി വി വെന്റ് ടു ഹിസ് ഹോം കഴിഞ്ഞ ആഴ്ച. ഇനി അവസാനമാണ് നമ്മൾ സമയം പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? കഴിഞ്ഞ എന്നുള്ളതിന് നമുക്ക് ലാസ്റ്റ് എന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച, ആഴ്ചക്ക് വീക്ക് എന്നാണ് പറയാം. സോ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. അത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ലാസ്റ്റ്, ദിവസത്തിന് നമ്മൾ ഡേ എന്നല്ലേ പറയുന്നത്, ലാസ്റ്റ് ഡേ. കഴിഞ്ഞ രാത്രി ലാസ്റ്റ് നൈറ്റ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ വെന്റ് എന്ന് യൂസ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ പഠിച്ചു എന്ന് പറയുന്നതിന് സ്റ്റഡീഡ് എന്ന് യൂസ് ചെയ്തു, വിളിച്ചു എന്നുള്ളതിന് കോൾഡ് എന്ന് യൂസ് ചെയ്തു, വന്നു എന്നുള്ളതിന് കെയിം എന്ന് യൂസ് ചെയ്തു. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാവുക ഇതാണ് ഈ വാക്കിന് പറയുന്നതെന്ന്? അതിന് നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് മിത്രയിൽ നമ്മുടെ സ്റ്റുഡൻസിന് ക്ലാസ്സിൽ തന്നെ V1, V2, V3 ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒരു ചാർട്ട് നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഓരോ മലയാളം വാക്കും അതിന് ഇംഗ്ലീഷിൽ V1 എന്താണ്, V2 എന്താണ്. V1 എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, കഴിക്കുക ഈറ്റ്, ഈറ്റ് ആണ് V1. കിടക്കുക സ്ലീപ്പ്, ഉറങ്ങുക സ്ലീപ്പ്, അത് V1 ഫോം. അതുപോലെ തന്നെ ഓടുക റൺ, ഇതൊക്കെയാണ് V1 ഫോം. ഇപ്പൊ സ്ലീപ്പ് എന്നുള്ളത് V1 ഫോം ആണെങ്കിൽ അത് ഉറങ്ങുക എന്നാണ് അവിടെ അർത്ഥം വരുന്നത്, ഉറങ്ങുക. ഓക്കെ, ഇനി ഉറങ്ങി നമ്മൾ പറയുമ്പോൾ അതെന്താണ്? അത് V2 ഫോം ആണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും? സ്ലെപ്റ്റ് എന്ന് പറയും. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് മിത്രയുടെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി സ്റ്റുഡൻസിന് ഈ ചാർട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരു 100+ വാക്കുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഇംഗ്ലീഷ് മീനിങ്ങും മലയാളം മീനിങ്ങും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് മിത്രയുടെ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ V1, V2, V3 ഫോം ഒന്ന് ഗൂഗിൾ ചെയ്യുക. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം അർത്ഥം കിട്ടില്ല. അത് നിങ്ങളൊന്ന് ഡിക്ഷണറി റെഫർ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ വാക്കുകൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. V1, V2, V3 ഫോം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. എൻ്റെ ഡിക്ഷണറിയുടെ ഹെൽപ്പിൽ ഓരോ വാക്കിൻ്റെയും V2 ഫോം എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു സിനിമ കണ്ടു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങൾ ഒന്ന് പറയണം. ഇവിടെ കണ്ടു എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇത് മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സിനിമയുടെ കേസിൽ വാച്ച് എന്നാണ് പറയാം. താഴോട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വാച്ച് എന്നാണ് പറയാം. സിനിമയാകുമ്പോൾ വാച്ച് എന്നാണ് നമ്മൾ പറയാം. ഇനി കണ്ടു എന്നാവുമ്പോഴത്തേക്ക് അത് വാച്ച്ഡ് ആവും. ഓക്കെ, ഇങ്ങനെയാവും. കണ്ടു എന്നുള്ളത് നമ്മൾ വാച്ച്ഡ് എന്നാണ് പറയാം. അപ്പൊ ഈ സെന്റൻസ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതൊന്ന് നിങ്ങൾ ഇംഗ്ലീഷിലാക്കിയിട്ട് ഒന്ന് കോമെന്റ് ചെയ്യാം. ഇത് നിങ്ങൾ പഠിക്കാൻ മറക്കരുത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന ക്ലാസ്സുകളിലായാലും നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിർബന്ധമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് പഠിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫോമാറ്റിൽ 2 സെൻറ്റൻസസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്
2 സെൻറ്റൻസസും കൂടി ഒന്ന് കോമൻറ്റ് ചെയ്യുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. വീഡിയോ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കോമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാം. നിങ്ങളുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസറും അതുപോലെ തന്നെ നിങ്ങളുടെ സെൻറ്റൻസസും എനിക്ക് കോമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം, ഒരു ട്രെയിനറിൻ്റെ സഹായത്തോടു കൂടി സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മിത്രയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് നല്ലപോലെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കാം. 24 hours ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് പിന്നെയും കോഴ്സ് കുറച്ചുകൂടി നന്നായിട്ട് അറിയണം, എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a wonderful day. English Mitra. Stop worrying, start learning.